ഒരു മയ്യത്തെ ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്നുണ്ടോ? ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഞാൻ എടുത്തൊരു വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ നിലവിൽ 5 മാസം കൊണ്ട് ഞാൻ ഈ ഷോറൂം കയറി ഇറങ്ങുമല്ല, ഒരേടെ ഷോറൂമിൽ നിൽക്കുവാണ്. ഒരുപാട് മയ്യത്ത് ഇവിടെ കാണാൻ കഴിയും. അങ്ങോട്ട് ഒരുപാട് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വന്ന് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 6-7 മാസം കൊണ്ട് ഈ വണ്ടി വിട്ടിരിക്കുവാണ്. കംപ്ലൈന്റ് പരിഹരിക്കുന്നു വെച്ചാൽ ആദ്യത്തെ 3 മാസം ഇവിടെ പിടിച്ചു വെച്ചിരുന്നു, 4 മാസം. ലാസ്റ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു വീഡിയോ ചെയ്ത് പ്രശ്നം ആയതിനു ശേഷമാണ് എനിക്ക് ആ വണ്ടി ഇറക്കി തന്നത്. ഇപ്പോഴും പിന്നെ ആ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പം നിലവിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 മാസം കൊണ്ട് ഞാൻ ആഴ്ച 3-4 ദിവസം ഈ വണ്ടി ഇവിടെ ആയിരിക്കും. പിന്നീട് വന്ന് ഇപ്പം 3 ആഴ്ച 2 ആഴ്ച ഒരു 6 ആഴ്ച കൂടുമ്പോഴാണ് ഈ വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച മേളിലായി. കമ്പനി പറയുന്നത് എന്തോ സോഫ്റ്റ്വെയർ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ പരിഹരിച്ച് അറിയാം, അതുപോലും പരിഹരിച്ച് തരാൻ പറ്റാത്ത അവരെന്തിനാണ് ഈ വണ്ടി കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ വണ്ടി ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്? എന്നിട്ട് ഒരുപാട് മന്ദബുദ്ധികളായ ആൾക്കാർ, എന്നെപ്പോലെ വിഡ്ഢികളായ ഒരുപാട് പേരുണ്ട്. അവർ പിന്നെയും ഈ കമ്പനിയുടെ വണ്ടി മേടിച്ച് അബദ്ധത്തിൽ പോയി ചാടുന്ന വല്ല ആവശ്യമുണ്ടോ? എന്നാൽ ഈ വണ്ടി ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കൊണ്ട് ഞാൻ എത്ര രൂപ, ചിലപ്പോൾ 1000 ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഈ വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ടുണ്ടെങ്കിൽ. അതാണേ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഞാൻ പിന്നെ പറയുകയാണ്, സാധാരണക്കാരാണ് കൂടുതലും ഈ വണ്ടി മേടിക്കാൻ ആഗ്രഹം. കാരണം ഇപ്പോഴത്തെ പെട്രോൾ വില അനുസരിച്ചാണ് 115 രൂപ വരെ പെട്രോളിന് വിലയുണ്ട്. ആ രീതിക്ക് സാധാരണക്കാർ നോക്കുന്ന എന്തോ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് കീശ കാലിയാവത്തില്ല. പക്ഷേ അവരുടെ അവസ്ഥ ഇത് എടുത്തതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അടുത്തോട്ട് വന്നേ, ഈ കാണുന്ന മൊത്തം ഇലക്ട്രിക് വണ്ടിയാണ്. ഈ വണ്ടി ഫുള്ളുണ്ടോ? ഈ കാണുന്ന ഫുള്ള് ഈ മയ്യത്താണ്. ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ഈ വണ്ടി കൊണ്ട് നടക്കുന്നത്? ആദ്യം ഒരു ട്രിപ്പ് വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഒഴിഞ്ഞ് നിലത്ത് വീണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ വണ്ടിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അയത്തിൽ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം വണ്ടിയാണോ? ഇവിടെ ഫുള്ള് വണ്ടിയാണ്. ഇതൊക്കെ സാധാരണക്കാരുടെ വണ്ടികളാണ് കേട്ടോ. അവരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. അതിൽപ്പെട്ട ഒരാൾ കൂടാണ് ഞാൻ കേട്ടോ. വയ്യ, കുഴഞ്ഞ് ഗതികേടാണ്. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഈ വീഡിയോ പിന്നെ ചെയ്യുന്നത്. ഞാൻ മുമ്പൊരിക്കൽ ചെയ്തങ്ങ് നിർത്തിയതാണ്. ഗതികേട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗതികേട് ഒറ്റൊരു മനുഷ്യനും വരുന്നില്ല. ഈ ഒല എടുത്തവരുടെ അവസ്ഥ ഇതാണ് കേട്ടോ. വേറെ ബ്രാൻഡിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ട ബഹളമൊക്കെ ഏകദേശം ഈ വീഡിയോ എടുത്തിട്ട് 3-4 ആഴ്ച മേളിലായി, ഏകദേശം 1 മാസത്തിന് മേളിലാണ് ഈ വീഡിയോ എടുത്തിട്ട്. പക്ഷേ ഇതുവരെ ആ വണ്ടി തന്നിട്ടില്ല. ഞാൻ ആ ബഹളം വെക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലേ, അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പുള്ള. എങ്ങനെ പോയാലും ഒരു 2 മാസത്തോളമായി ആ വണ്ടി ഇപ്പം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മൊത്തത്തിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ 7 മാസം കൊണ്ട് ഈ വണ്ടിക്ക് വേണ്ടി കയറി ഇറങ്ങുവാണ്. എൻ്റെ പോലെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഏകദേശം 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ 37,000 കിലോമീറ്ററിനകത്ത് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഒലയുടെ ഇപ്പം ഞാൻ ഒലയുടെ സർവീസ് സെന്റർ വിളിക്കുവാണ്. ഇനി ഞാൻ ബഹളം വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, വണ്ടി തരും തന്നില്ല. എല്ലാ കസ്റ്റമേഴ്സിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ വന്നിട്ട് വിളിക്കാൻ പോവുകയാണ്. വിളിച്ചാൽ അവർ ഫോൺ എടുക്കുമല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എടുത്തിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. വിളിക്കുവാണേ, എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അവർ വിളിച്ചാൽ എടുക്കത്തില്ല. അടുത്തിട്ടോ സൗണ്ട് കിട്ടണം. എടുക്കുന്നില്ല, അവരെടുക്കത്തില്ല. നമ്മളായിട്ട് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണി തന്നെ ചെയ്യും. എടുക്കുന്നത് വരെ നമ്മൾ വിളിക്കും. കുഴഞ്ഞെന്ന് പറഞ്ഞ കുഴഞ്ഞ്. ഹലോ ബ്രോ, മറ്റേ വണ്ടി എന്തായി? എന്തോ ബ്രോ, സത്യം പറഞ്ഞ ഇപ്പം ബ്രോയ്ക്ക് തന്നെ അറിയാലോ, ഇപ്പൊ എത്ര മാസമായി ഈ വണ്ടി കൊണ്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്? അല്ല, ഞാൻ ജസ്റ്റ് ചോദിക്കാം ബ്രോ, മനസാക്ഷി കൊണ്ട് ബ്രോ തന്നെ പറ, നിലവിൽ എത്ര മാസമായി ആ വണ്ടി അവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്? ചേട്ടാ, ഇപ്പം അവര് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കംപ്ലൈന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ വണ്ടി നിങ്ങള് അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ അതിന്റെ അകത്ത് ആ വണ്ടിക്കകത്ത് വർക്ക് ചെയ്തില്ലെന്ന് ചേട്ടനും പറയാൻ പറ്റത്തില്ല. കാര്യം അതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് വണ്ടിക്കകത്ത് ചാർജ് കയറിയിട്ട് കട്ടാവുന്നുള്ളതാണ്. അതൊരു ഇപ്പൊ 2-3 വട്ടം നമ്മൾ സോഫ്റ്റ്വെയർ അവര് പറഞ്ഞ രീതിക്ക് അതിന് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു, അത് തന്നു. വീണ്ടും പഴയണക്ക് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വന്നു, വീണ്ടും ചെയ്ത് വീണ്ടും ഏതാണ്ട് 2-3 ആഴ്ച ഇല്ല. ഞാൻ വണ്ടി ഇപ്പം കൊണ്ടുവന്നിട്ട് 3 ആഴ്ച, അത് കഴിഞ്ഞ് അവിടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി ഓർമ്മയുണ്ടോ? ഞാൻ വന്നൊരു വീഡിയോ ചെയ്തേ.
ഓ അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 7 മാസത്തോളമായി ഈ വണ്ടി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ വണ്ടി പണിഞ്ഞ് 1.5 മാസം അവിടെ വെച്ചിട്ട് വണ്ടി പണിഞ്ഞു തരും, എന്നിട്ട് ഒരാഴ്ച ഓട്ടിക്കും, അന്നേരം പിന്നെ പഴയ അവസ്ഥ അവിടെ കൊണ്ടുവച്ച് ഇപ്പം നിലവിൽ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം അല്ലെന്ന് തോന്നുന്നു. ഇപ്പം അതിന്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന് ബാറ്ററികളൊന്ന് മാറ്റി വെച്ച് നോക്കാം. നിങ്ങളെ അവസ്ഥ എനിക്കറിയാമോ. ലാസ്റ്റ് ഞാൻ അവിടെ വരുന്ന നേരത്തെ ഒരാൾ വന്ന് ഫയർ ചെയ്യുന്നത് കണ്ട് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫയർ ചെയ്യാൻ വരാഞ്ഞത്. കാര്യം അല്ലാതെ അതിന്റെ അകത്ത് മൾട്ടിപ്പിൾ വേറെ സൊല്യൂഷൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സൊല്യൂഷൻ ഇല്ല. കാര്യം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അത് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും വേറെയൊക്കെ വെച്ച് നോക്കി. കാര്യം അവര് പറയുന്നത് സോഫ്റ്റ്വെയർ ആണെന്നാ പറയുന്നത്. പക്ഷെ സോഫ്റ്റ്വെയർ ഒരു തവണ ചെയ്തപ്പോഴത്തേക്ക് അത് മാറി, പക്ഷെ വീണ്ടും തിരിച്ച് പഴയതൊക്കെ കംപ്ലൈന്റ് വരുന്നില്ലേ. നമുക്കും നമ്മളാ വണ്ടി ഇനി ആ വണ്ടിക്കകത്തൊരു ബാറ്ററി ഇപ്പം ഈ മാസം നമുക്കൊരു ബാറ്ററി വരുന്നുണ്ട്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് സ്പെയർ ബാറ്ററി ഇല്ലേ? ഒന്ന് വെച്ച് നോക്കാൻ പോലും അത്രയും വലിയ ഷോപ്പ് ആയിട്ട്. ഇല്ല, ബാറ്ററി അങ്ങനെ സ്പെയർ ചെയ്തില്ലല്ലേ, സ്പെയർ ചെയ്തില്ല. അതാണ് ചേട്ടൻ എന്തായാലും 2-3 ദിവസം വെയിറ്റ് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. കാര്യം ആ വണ്ടിക്കകത്തെ ആ വണ്ടി ഇപ്പൊ അഴിച്ച് നമ്മളെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളു. അതേസമയം ആ സാധനം വന്നിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെറുതെ അകത്ത് പൊളിച്ച് അതിനെ പല പരുവാകും. അതും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് ചെയ്യാം. കാര്യം അതിനുള്ളിൽ അതിന് ചെയ്യാനായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. പെട്ടെന്ന് കിട്ടുന്ന കംപ്ലൈന്റുകളാണെങ്കിൽ നമുക്ക് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒരു 100 പേരിൽ ഒരാൾക്കോ 2 പേർക്കൊക്കെ. ഞാനൊരു ഡൗട്ട് പറയാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഏതൊരു ട്രിപ്പുണ്ട്, അവൻ പുതിയ വണ്ടി എടുത്തതാണ്. ഒരു 1.5 മാസമായപ്പോൾ അതിന് കംപ്ലൈന്റ് വന്ന് അവർ കൊണ്ടുകൊടുത്ത് 3 ദിവസത്തിനുള്ളിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുത്ത്. 3 ദിവസത്തിനുള്ളിൽ. അത് കണക്കല്ലേ ഒരു സർവീസ് സെന്റർ ആയാൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. മെയിനായിട്ടിരിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ സത്യം പറഞ്ഞപ്പോൾ നിങ്ങളടുത്ത് വന്ന് വഴക്കുണ്ടാക്കി ഞാൻ കുഴഞ്ഞു. ലാസ്റ്റ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ്. ഞാൻ ഈ എന്താ വേണമെന്നൊരു ഐഡിയ ഇല്ല. വന്നിട്ട് ഞാൻ ചേട്ടൻ എന്തായാലും വിളിച്ചോളാം. കാര്യം 2 ദിവസം നമ്മൾ അടുത്ത ഈ വണ്ടി ഈ ഇതേണക്കുള്ള സെയിം വേറൊരു ഇഷ്യൂ, ഇതേണക്ക് വേറൊരു വണ്ടി ഇരിപ്പുണ്ടകത്ത്. അത് എനിക്ക് 4-5 മാസമായി ഇഷ്യൂ. നമുക്ക് ആരെങ്കിലും ലൈവായിട്ട് വന്നിപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തത് വേറെ ആരെങ്കിലും ലൈവായിട്ട് വന്ന് ചെയ്താലേ നടക്കത്തുള്ളൂ. അല്ലാതെ ഇവര് മറ്റേ സിസ്റ്റത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പം അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ ഫ്രണ്ട് ഇരിക്കാതെ ഞാനാ പോയിപ്പം അത് നോക്കി പരിഹരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കേസിനായിട്ട് തന്നെ ബാറ്ററി ആയിട്ട് പറഞ്ഞ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്റെ വാറണ്ടി പീരീഡ് ഈ മാസം തീരുവാ. ബ്രോ, ഞാൻ വണ്ടി പണിഞ്ഞ് അത് കണക്ക് നിങ്ങൾ തന്നു, പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഈ അവസ്ഥ വരുവാന്ന് പിന്നെ എന്ത് ചെയ്യും ഞാൻ? ചേട്ടാ അതിന് ഇപ്പം മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് എങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഞാൻ അത് എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാം കേട്ടാ. ശരി, ഓക്കെ. അവരെ തെറി വിളിച്ചിട്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു വണ്ടി ഇപ്പൊ 7 മാസം മേളായെന്ന് എന്റെ കണക്ക് കൂട്ടില്. ആദ്യത്തെ 3 മാസം അവിടെ വണ്ടി കൊണ്ടുവച്ചിരുന്നു. ഞാൻ ലാസ്റ്റ് എനിക്ക് ഞാൻ എപ്പോഴും അവിടെ ചെല്ലും, ബ്രോ എന്തായി അന്നേരം പറയുന്നതാണ് കുഴപ്പമില്ല, 2 ദിവസം വണ്ടി സെറ്റാക്കി തരാം. ഞാൻ അത്രയും പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു പോരും. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് പിന്നെയും ചെയ്യും. അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കുറെ കയറ്റി ഇറക്കി ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയി. കാരണം അങ്ങനെ വയലന്റ് ആവുന്ന ഒരാളല്ല ഞാൻ. എന്നിട്ട് ഞാൻ വയലന്റ് ആയി സംസാരിച്ച് എനിക്കൊരാഴ്ചക്കുള്ളിൽ വണ്ടി ഇറക്കി തന്നിട്ട് അവർ വേറെ ഏതോ വണ്ടിയുടെ സ്പെയർ ഇട്ട് എന്തൊക്കെ ചെയ്ത് ഇറക്കി തന്ന്. എന്നിട്ട് പറയും പുതിയ ബാറ്ററി വരും, എൻ്റെ BMS വരും, ഏതാണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് അന്നേരം വിളിക്കാൻ വന്നാൽ മതി. പക്ഷേ ആ ഇട്ട് തന്ന സ്പെയർ ഇട്ട് വണ്ടി കുറച്ച് ദിവസം ഓടി. സ്പെയർ വന്നത് ഏകദേശം എനിക്കൊന്ന് 1 മാസം കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു സ്പെയർ വന്നത്. ആ 1 മാസ സമയം ഞാൻ സുഖമായിട്ട് വണ്ടി ഓടിച്ച് നടന്ന് തിരിച്ച് പുതിയ സ്പെയർ വന്നെടുത്തിട്ട് അന്നോട്ട് വീണ്ടും കംപ്ലൈന്റ്. സത്യം പറഞ്ഞാൽ 7 മാസത്തിനിടയ്ക്ക് 1 മാസമാണ് ഞാൻ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചത്. ബാക്കി എല്ലാ ടൈമും ഷോറൂമിൽ തന്നെയാണ്. പിന്നെ ആ വണ്ടി കൊണ്ടുകൊടുക്കും. ഇന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു ഒരു 6-7 ആഴ്ചയോളമായിട്ട് ഈ വണ്ടി കയറുന്നതിൻ്റെ ഉണ്ട്, ഇറങ്ങുന്നതിൻ്റെ ഹിസ്റ്ററി ഇല്ല. ഞാൻ ഹിസ്റ്ററി ഫുള്ളിൽ മേടിച്ചായിരുന്നു എൻ്റെ വണ്ടിയിലാണ്. ഞാൻ നോക്കിയപ്പോൾ വണ്ടി കയറിയതിൻ്റെ ഉണ്ട്, ഇറങ്ങിൻ്റെ ഹിസ്റ്ററി ഇല്ല. ഇതൊക്കെയാണ് അവസ്ഥ. അന്നേരം ഓല ഷോറൂമിൽ നിൽക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവന്മാരെ ചീത്ത വിളി വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം കയറി നിറങ്ങി ചീത്ത വിളി. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേൾക്കുന്ന എനിക്ക് തോന്നുന്നു ഓലയുടെ ഷോറൂമാരായിരിക്കും കേട്ടോ.
അതാണ് മെയിനുള്ള. എന്നുവെച്ചാൽ ഇതിന്റെ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഉണ്ടാക്കി കുറച്ച് പടച്ചിറക്കുന്നവന്മാരുണ്ട്, അവന്മാർക്ക് പണം മാത്രം മതി. അല്ലാതെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓലയുടെ ഷോറൂമിൽ ഇപ്പം ചെന്നാലും ഏകദേശം ഒരു 3-4-5 നമ്പർ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പുതിയ നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഈ ആഴ്ച ഇറങ്ങാനുള്ള വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കുന്നത്. ഇത്രയും വിഡ്ഢികളായ മനുഷ്യർ ഇനിയും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു വിഡ്ഢിയായി ഒരു 3 വർഷം മുമ്പ് വണ്ടി എടുത്ത് വിഡ്ഢിത്തരം. അന്ന് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനെടുത്ത പല ആൾക്കാരുടെ പറഞ്ഞ നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. എന്റെ പേരും കേട്ട് പോയി എടുത്തവന്മാർ ഇപ്പൊ എന്നെ ചീത്ത വിളിക്കുക, ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണ്. അന്നേരം അടുത്ത് ഞാൻ ഇനി ലീഗലി പോയാൽ പറ്റൂ, അതിനുവേണ്ടി നിൽക്കുകയാണ്. ലീഗലി പോയിട്ടേ കാര്യമുള്ളൂ. നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അറിയാം, വണ്ടിയുടെ വില ഇങ്ങനെ തിരിച്ചു കിട്ടിയാൽ മതി. ഈ കയറി ഇറങ്ങുന്നതിന്റെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. നിലവിലെന്ന് പറഞ്ഞാൽ എണ്ണ വില 110 രൂപ, 120 രൂപ, എത്ര 115 രൂപ. ഇല്ല, എല്ലാം 100, 500, 1000 അടിക്കുന്നുണ്ട്. കറക്റ്റ് വില അറിയാൻ വയ്യ. എന്നാലും 115 രൂപയാണ് എന്റെ വിശ്വാസം. ഈ 115 രൂപയ്ക്ക് എന്റെ വണ്ടി ഓടുന്ന ശേഷം എത്ര 12-18 സ്കൂട്ടർ കഴിഞ്ഞ പിന്നുള്ളത് ഒരു ചെറിയൊരു കാറ്. ആ കാറും കൊണ്ട് നടക്കാൻ എപ്പോഴും പറ്റൂ, സാധാരണക്കാർക്ക് അത് പറ്റത്തില്ല. എണ്ണ അടിച്ച് പരുവാവും. അങ്ങനെ ഇരുന്നാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത്. കാരണം ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ആ അവസ്ഥ ഇപ്പം ഇങ്ങനായി. ഇപ്പം കയ്യിൽ നിന്ന് പൈസയും പോയി, എണ്ണ അടിച്ച് വണ്ടി പൊട്ടിക്കേണ്ട അവസ്ഥയുമായി. എത്ര രൂപ നഷ്ടം വരുന്നത് ഒരു മാസം? നമ്മൾ ഒരു സാധാരണക്കാരൻ കണക്ക് കൂട്ടിയാൽ മതി എത്ര രൂപ ഒരു മാസം നമ്മൾ പെട്രോൾ അടിച്ച് കളയുന്നത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അന്നേരം അടുത്ത അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.